തുരന്നു ഇ.ഡി. അറ്റം കാണാതെ അന്വേഷണം അവസാനിക്കുമോ? ഉപ്പ് തിന്നവൻ വെള്ളം കുടിക്കും എന്നൊരു പഴഞ്ചൊല്ലുണ്ട്. പണ്ട് ആരാണ്ടൊക്കെ പറഞ്ഞ ഈ പഴഞ്ചൊല്ല് വല്ലാണ്ട് അങ്ങ് ഓർത്തു പോവുകയാണ് സുഹൃത്തുക്കളെ. കേരളത്തിന്റെ രാഷ്ട്രീയ അന്തരീക്ഷത്തെ ചൂടുപിടിപ്പിച്ച ഒരു വിവാദത്തെക്കുറിച്ചാണ് പറഞ്ഞു വന്നത്. മുൻ മുഖ്യമന്ത്രിയായ പിണറായി വിജയന്റെ മകൾ വീണ തൈക്കണ്ടീലിന്റെ ബാംഗ്ലൂർ ആസ്ഥാനമായുള്ള എക്സാലോജിക് എന്ന IT കൺസൾട്ടൻസി കമ്പനിയും എസ് ശശിധരൻ കർത്ത എന്ന ആളുടെ ഉടമസ്ഥതയിൽ ആലുവയിൽ പ്രവർത്തിക്കുന്ന CMRL, അതായത് കൊച്ചിൻ മിനറൽസ് ആൻഡ് റൂട്ടെയിൽ ലിമിറ്റഡ് എന്ന സ്വകാര്യ കരിമണൽ ഖനന കമ്പനിയും തമ്മിലുള്ള അവിശുദ്ധ ബന്ധത്തിന്റെ മറവിൽ നടന്ന അനധികൃതമായ കോടികളുടെ ഒഴുക്ക്. 2014 ഡിസംബറിൽ ഇരു കമ്പനികളും ചേർന്ന് സോഫ്റ്റ്വെയർ സേവനങ്ങൾ നൽകാനുള്ള ഒരു കരാറിൽ ഏർപ്പെടുകയുണ്ടായി. കഥ ഇവിടെ ആരംഭിക്കുകയാണ് സുഹൃത്തുക്കളെ. ചുരുക്കി പറഞ്ഞാൽ, വീണയുടെ IT കമ്പനി CMRLന്റെ ദൈനംദിന പ്രവർത്തനങ്ങൾക്ക് IT സേവനങ്ങൾ നൽകുമെന്നൊരു കരാർ. 2017 ഈ കരാർ പുതുക്കുകയുണ്ടായി. കരാറിലെ ചില സേവന തുകയുമായി ബന്ധപ്പെട്ട വ്യവസ്ഥകൾ അതങ്ങ് ആദ്യം നോക്കിയേക്കാം. വീണയ്ക്ക് പ്രതിമാസം 5 ലക്ഷം രൂപ, എക്സാലോജിക്കിന് പ്രതിമാസം 3 ലക്ഷം രൂപ. ലക്ഷങ്ങൾക്കൊന്നും ഒരു വിലയുമില്ലേ? നമ്മളെവിടെ പറഞ്ഞു നിർത്തിയ സേവന തുകയുടെ കാര്യം അത് തന്നെ. 2017 മുതൽ 2020 വരെ 3 വർഷത്തിനിടയിൽ വീണയും എക്സാലോജിക്കും കൈപ്പറ്റിയത് 1.72 കോടി രൂപയാണ്. എന്തായാലും സേവനത്തിന് തന്നെയാവും കിട്ടിയത്. പക്ഷെ എന്ത് സേവനമാണെന്ന് കൂടി വ്യക്തമാക്കിയിരുന്നുവെങ്കിൽ വളരെ നന്നായിരുന്നു. അടുത്തത് ഒരു ട്വിസ്റ്റിലേക്കാണ്. 2019 ജനുവരിയിൽ CMRLൽ ആദായ നികുതി വകുപ്പിന്റെ ഒരു പരിശോധന നടക്കുന്നു. പരിശോധനയിൽ ഓഫീസിൽ നിന്ന് ചില പ്രധാനപ്പെട്ട രേഖകളും ഡയറിയും അടക്കം കണ്ടെത്തുന്നു. അതിലാവട്ടെ കേരളത്തിലെ ചില രാഷ്ട്രീയ നേതാക്കളുടെ പേരെന്ന് പറഞ്ഞാൽ വാലും തുമ്പൊന്നും ഇല്ല കേട്ടോ. PV, RC എന്നൊക്കെയാണ്. ഇത് പിണറായി വിജയൻ, രമേശ് ചെന്നിത്തല എന്നിവരൊക്കെയാണെന്ന് പിന്നീട് പുറത്തു വന്നു. ഇവർക്ക് ലക്ഷങ്ങൾ കൈമാറിയതിനെ കുറിച്ചൊക്കെ കണ്ടെത്തിയ തെളിവുകളിൽ പറയുന്നുമുണ്ട്. അങ്ങനെയാണ് ഇടക്കാല സെറ്റിൽമെന്റ് ബോർഡിന്റെ റിപ്പോർട്ട് വരുന്നത്. ഈ റിപ്പോർട്ടിലാണ് ചില ഞെട്ടിക്കുന്ന വിവരങ്ങളുള്ളത്. അതായത് വീണയും എക്സാലോജിക്കും പണം കൈപ്പറ്റിയത് ചെയ്യാത്ത സേവനങ്ങൾക്കാണ്. CMRLന് വീണയും എക്സാലോജിക്കും ഒരു സേവനവും നൽകിയിട്ടില്ലെന്ന് റിപ്പോർട്ടിൽ വ്യക്തം. അപ്പോൾ സംഗതി മാസപ്പടി തന്നെ. MLA മാത്യു കുഴൽനാടൻ നിയമസഭയിൽ വലിയ ആരോപണം ഉന്നയിക്കുകയും ചെയ്ത സാഹചര്യത്തിൽ സർക്കാർ വലിയ പ്രതിരോധത്തിലായിട്ടുണ്ടാകുമെന്ന് പ്രത്യേകം പറയേണ്ടതില്ലല്ലോ. എന്തായാലും വിവാദമായതോടെ കനത്ത പ്രതിരോധവുമായി CPM രംഗത്തെത്തിയിരുന്നു. കള്ളപ്പണം വെളുപ്പിക്കലോ മറ്റുമല്ല ചെയ്തത്. അങ്ങനെയാണെങ്കിൽ നികുതി അടയ്ക്കാൻ നിൽക്കില്ലല്ലോ. കരാർ പ്രകാരം നൽകിയ സേവനത്തിനാണ് പണം വാങ്ങിയത് എന്നടക്കമുള്ള ന്യായീകരണങ്ങളുണ്ടായി. പിന്നീട് ഈ വിഷയത്തിൽ രജിസ്ട്രാർ ഓഫ് കമ്പനീസ് നടത്തിയ അന്വേഷണത്തിലെ ഗുരുതരമായ കണ്ടെത്തലുകളാണ് പുറത്തു വന്നത്. കരാറിൽ ഏർപ്പെട്ടത് ഡയറക്ടർ ബോർഡ് അറിയാതെയാണെന്നും സേവന കരാറിന്റെ മറവിൽ നടന്നത് കള്ളപ്പണം വെളുപ്പിക്കലാണെന്നും അഴിമതി നടന്നിട്ടുണ്ടെന്നും പണത്തിന്റെ GST അടച്ചതിന്റെ രേഖകൾ മാത്രമാണ് എക്സാലോജിക്ക് കൈമാറിയതെന്നും സേവനം നൽകിയത് തെളിയിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നുമാണ് റിപ്പോർട്ടിൽ പറയുന്നത്. കൂടാതെ SFIO അന്വേഷണവും ഉണ്ടാകുന്നു. സേവനം നൽകിയതിന് തെളിവുകളില്ലെന്ന് SFIO കുറ്റപത്രവും സമർപ്പിക്കുന്നു. തുടർന്ന് കണ്ടെത്തലുകളുടെ അടിസ്ഥാനത്തിൽ കേസിലേക്ക് കൂടുതൽ അന്വേഷണങ്ങൾക്കായി ED എത്തുന്നു. തെളിവുകൾ പലതും പുറത്തു വന്ന സ്ഥിതിക്ക് പിന്നെ ഈ പണം വീണയ്ക്ക് എന്തിന്റെ പ്രത്യുപകാരമായിട്ടാണ് കിട്ടിയത്? ഇതിനിടയ്ക്ക് മുഖ്യമന്ത്രി നൽകിയ സഹായത്തിന് കിട്ടിയ പ്രതിഫലമാണിതെന്ന് പലരും പറയുന്നുണ്ട് കേട്ടോ. CMRLന് ആലപ്പുഴയിലെ തൃക്കുന്നപ്പുഴയിലും ആറാട്ടുപുഴയിലും ഖനനാനുമതി ലഭിക്കാൻ തടസ്സങ്ങളുണ്ടായിരുന്നു. മുഖ്യമന്ത്രി നേരിട്ട് ഇടപെട്ട് കമ്പനിയെ സഹായിച്ചുവെന്നും പ്രത്യുപകാരമായി നൽകിയ നിയമവിരുദ്ധ തുകയാണ് ഇതെന്നാണ് അവരുടെ ആരോപണം. അതവിടെ നിൽക്കട്ടെ. താടിയുള്ള അപ്പൂപ്പനെ പേടിയുണ്ടെന്ന് കേട്ടിട്ടില്ലേ? അത് തന്നെ. ED അന്വേഷണം ആരംഭിച്ച പ്രാഥമിക ഘട്ടത്തിൽ CMRLും വീണയും അടക്കം അന്വേഷണത്തിനെതിരെ ഹൈക്കോടതിയിൽ ഹർജി നൽകിയിരുന്നു. എന്നാൽ കനത്ത തിരിച്ചടിയാണ് വീണയ്ക്കും കൂട്ടർക്കും കിട്ടിയത്. എന്തെന്നാൽ ED ഉദ്യോഗസ്ഥർക്ക് അന്വേഷണം തുടരാം, അത് തടയാൻ കഴിയില്ല എന്ന തരത്തിലാണ് ഹൈക്കോടതി ഉത്തരവ് വന്നത്. ഇന്നലെ പിന്നെ എന്താ അവിടെ നടന്നതെന്ന് സിനിമയിൽ കൊച്ചിൻ കനീഫ പറയുന്ന ഒരു ഡയലോഗുണ്ട്. ED ഉദ്യോഗസ്ഥർ പെട്ടെന്നൊരു ദിവസം റെയ്ഡ് നടത്തിയപ്പോൾ ഉണ്ടായ പുകില് നമ്മൾ കണ്ടതല്ലേ? എന്തൊരു ബഹളമായിരുന്നു. ഉദ്യോഗസ്ഥർ വന്ന വാഹനം വരെ തകർത്തു. പറഞ്ഞിട്ട് കാര്യമില്ല, മൂട്ടി തീ പിടിച്ച ഓടാതെ പിന്നെ എന്ത് ചെയ്യാനാണ്? പിന്നീട് അങ്ങോട്ട് ED വീണയെ ചോദ്യം ചെയ്യലിനായി വിളിപ്പിക്കുന്നുണ്ട്. അതും 2 തവണ. വീണയുടെ ഭർത്താവും മുൻ മന്ത്രിയുമായ മുഹമ്മദ് റിയാസ്, ശരണസ് കർത്ത തുടങ്ങിയ നിരവധി പേർ. ഇന്നിപ്പോൾ CMRL ഡയറക്ടർ അനിൽ ആനന്ദ പണിക്കരെ ED ചോദ്യം ചെയ്യുന്നു. CMRL MD S ശശിധരൻ കർത്തയുടെ മകളുടെ ഭർത്താവാണ് അനിൽ ആനന്ദ പണിക്കർ. ഇതിനു മുന്നേ ഇയാളെ ചോദ്യം ചെയ്തതാണ്. വിളിപ്പിച്ചവരെ തന്നെ വീണ്ടും വീണ്ടും ചോദ്യം ചെയ്യുന്നത് മൊഴികളിലെ വൈരുദ്ധ്യം കൊണ്ടാവാം എന്ന് അനുമാനിക്കാം. എന്നാൽ ഈ വൈരുദ്ധ്യം മീഡിയ കൂടുതൽ കുഴപ്പിക്കുന്നുണ്ടോ? എന്തായാലും ഒന്നുറപ്പാണ്,
വഴിവെട്ടി ഈട് ചെല്ലുക കഴിഞ്ഞ സർക്കാരിലേക്കും പിണറായി വിജയനിലേക്കുമാണ്. കാരണം അവിടെയാണ് ഈ സേവന നാടകത്തിന്റെ തിരക്കഥ രചിക്കപ്പെട്ടത്. തിരക്കഥാകൃത്തുക്കളും അവിടെ തന്നെ. അങ്ങനെ വരുമ്പോൾ മകളോട് ഒന്നല്ല 1000 തവണ ചോദിച്ചാലും ഒന്നും കിട്ടാൻ പോണില്ല. കൃഷി ചെയ്യുന്ന വ്യക്തിക്ക് നല്ല വിളവിനായി ഉപയോഗിച്ച വളങ്ങളെക്കുറിച്ചുള്ള ധാരണയുണ്ടാകും. വാഴ പോയിട്ട് ചീര പോലും നടാത്ത ഒരാളോട് വളത്തെപ്പറ്റി ചോദിച്ചാൽ എന്താവും അവസ്ഥ? അതേ ഉള്ളൂ ഈ കേസിലും. മൊഴികളിലെ വൈരുദ്ധ്യത്തെപ്പറ്റി കേൾക്കുമ്പോൾ മനസ്സിൽ വരുന്നത് കണക്കുകളൊന്നും അങ്ങോട്ട് ശരിയാവുന്നില്ലല്ലോ മച്ചമ്പി. അല്ല, ഉള്ളതാണെങ്കിലല്ലേ നേരെ ചൊവ്വേ പറയാൻ പറ്റൂ. ഒരിക്കൽ പറഞ്ഞ നുണ പിന്നീട് പറയാൻ ശ്രമിക്കുമ്പോൾ നാക്ക് ചതിച്ചേക്കാം. അങ്ങനെ വരുമ്പോൾ ആർക്കാണേലും തെറ്റും, സ്വാഭാവികം. ചോദ്യം ചെയ്യലൊക്കെ പുരോഗമിക്കട്ടെ. എന്തായാലും തെളിയിക്കപ്പെടുന്ന സത്യം അച്ഛനും മകൾക്കും അത്ര നല്ലതാവില്ല.